അലീനയെ തിരിച്ച് ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം മനു തിരിച്ച് വീട്ടിലേക്ക് പോയി ഹരിയെയും രാജീവിനെയും ശിവനെയും ഒക്കെ അവരോടൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. അലീന തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം അവൾ പല കാര്യങ്ങൾ ആലോചിച്ച് വല്ലാത്ത സങ്കടത്തിലാവുകയാണ്. അവസാനം അവൾ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഗംഗാധര മേനോനെ കണ്ടതിന് ശേഷം അവളെ അച്ഛന് ആരാണ് എന്ന് കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം. അമ്മ ആരാണ് എന്നുള്ള സത്യം അവൾക്ക് തിരിച്ചറിയാം. അവളുടെ അങ്കിൾമാരും അവളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി അവൾ അച്ഛൻ ആരാണ്, അവളെ അമ്മയെ ഇത്രയധികം വേദനിപ്പിച്ച് സ്നേഹിച്ച് ചതിച്ചിട്ട് പോയ ആ ഒരു മനുഷ്യൻ ആരാണ് എന്നുള്ള കാര്യം അവൾക്ക് അറിഞ്ഞേ മതിയാവൂ എന്നുള്ള തീരുമാനത്തിൽ അവൾ ഗംഗാധര മേനോനെ കാണാനായിട്ട് പോവുകയാണ്. അവിടെ ചെന്ന് ഗംഗാധര മേനോനെ കണ്ടതിന് ശേഷം ചോദിക്കുന്നുണ്ട്, അങ്കിളിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആ സമയത്ത് ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, എന്താ മോളെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എന്തെങ്കിലും പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അയ്യോ അങ്ങളെ, എനിക്ക് പൈസയുടെ ഒന്നും ആവശ്യമില്ല. എൻ്റെ അക്കൗണ്ടിലേക്ക് അച്ഛൻ ഒരുപാട് പൈസ ഇട്ടിട്ടുണ്ട്. അതും പോയിട്ട് അച്ഛൻ്റെ നിർബന്ധപ്രകാരം നിങ്ങളും അതിലോട്ട് ഒരു വലിയ തുക തന്നെ തന്നിട്ടുണ്ടല്ലോ. അച്ഛൻ പറയുന്നത് എന്തെങ്കിലും എനിക്കൊരു പൈസയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് അച്ഛനും അച്ഛൻ്റെ സമ്പാദ്യത്തിൽ നിന്നും ഒരു തുകയും അതുപോലെ നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു തുക ഇടിയിപ്പിച്ചതും. അതുകൊണ്ട് എനിക്ക് പൈസയുടെ ആവശ്യമൊന്നും ഇല്ല അങ്കിളെ, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാനാണ് അങ്കിളിൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഗംഗാധര മേനോൻ ചോദിക്കുന്നുണ്ട്, എന്താണ് മോളെ ആ കാര്യം, പറയൂ. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അങ്കിളെ, എൻ്റെ അമ്മയെ എനിക്കിപ്പോൾ തിരിച്ചറിയാം, എൻ്റെ അങ്കിൾമാരെയും എനിക്കിപ്പോൾ തിരിച്ചറിയാം, അവർക്കും എന്നെ തിരിച്ചറിയാം. അപ്പോൾ എനിക്കിപ്പോൾ ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ എൻ്റെ അമ്മയെ ചതിച്ചിട്ട് പോയ ആ ഒരു മനുഷ്യൻ, എൻ്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം എനിക്കറിയണം. അങ്കിളിന് മാത്രമായിരിക്കും ചിലപ്പോൾ എൻ്റെ അച്ഛനെ തിരിച്ചറിയാനാവുന്നത്. അങ്കിളിന് അച്ഛൻ ആരാണെന്നുള്ള കാര്യം അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധര മേനോൻ പണ്ടത്തെ കാര്യങ്ങൾ അലീനയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗംഗാധര മേനോൻ അലീനയോട് പറയുന്നുണ്ട്, മോളെ, നീ ഇപ്പോൾ ആരാണ്, നിൻ്റെ അമ്മ ആരാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷേ ഒരിക്കലും ഇത് വൈജയെ നീ അറിയിക്കരുത്. നീ അവളുടെ മകളാണെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് താങ്ങാനാവില്ല. അവളുടെ മകൾ മരിച്ചുപോയി എന്നാണ് അവൾ ഇപ്പോഴും കരുതുന്നത്. ആ സമയത്ത് നീ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. ബാലചന്ദ്രനെ ഈ സത്യങ്ങളെല്ലാം അറിയാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൾ എന്തായാലും ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും അവൾ അറിയരുത് നീ അവളുടെ മകളാണ് എന്നുള്ള സത്യം. അവൾ മരിച്ചുപോയി എന്ന് തന്നെ അവൾ വിചാരിച്ചിരിക്കട്ടെ എന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഒരിക്കലും ഞാനായിട്ട് പറഞ്ഞ് ഞാൻ അറിയിക്കില്ല അമ്മയുടെ മകൾ ഞാനാണ് എന്നുള്ള സത്യങ്ങളെ ഞാൻ അതറിയിക്കില്ല. എനിക്ക് എൻ്റെ അമ്മ എന്നും എൻ്റെ കൂടെ വേണം, എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷേ എനിക്കിപ്പോൾ ഒരു പേടിയുണ്ട്. പതിയെ എനിക്കറിയാമായിരുന്ന ആ ഒരു സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞു. അച്ഛൻ തിരിച്ചറിഞ്ഞു, മനുവേട്ടൻ, അതുപോലെ ബാക്കി അങ്കിൾമാർ. ഇനി അമ്മയിലേക്ക് അത് എത്തുമോ എന്നുള്ള കാര്യം എനിക്ക് പേടിയുണ്ട് അങ്കിളെ എന്ന് ഗംഗാധര മേനോൻ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളാരും വൈജയോട് ഈ ഒരു സത്യം പറയില്ല. മോളായിട്ട് ഇത് പറയാതിരുന്നാൽ മതി. ഇനി സ്റ്റാലിയുടെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റാൻലിയും വൈജയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു, വളരെ സ്നേഹത്തിലായിരുന്നു. എന്താണ് അവർക്കിടയിൽ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. 8ാം മാസത്തിൽ കല്യാണം രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാൻലി തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത്. അവർ ഒരുമിച്ച് ജീവിച്ചിടത്തോളം കാലം അത്രയും നല്ല സ്നേഹത്തോടു കൂടിയാണ് രണ്ടുപേരും കഴിഞ്ഞിരുന്നത്. പക്ഷേ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നതിന് ശേഷം അവനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ ഒന്നിനും തന്നെ സാധിച്ചില്ല. ഞാനും വൈജയും പലതവണ അവനെ മാറി പല ഫോണുകളിൽ നിന്ന് വിളിച്ചിട്ടും അവനെ ഒരു പ്രതികരണവും കിട്ടിയില്ല. ആ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായി അവളെ ചതിക്കുകയായിരുന്നു എന്ന്. വൈജയ്ക്കാണെങ്കിലും ആ ഒരു സംഭവം താങ്ങാനായില്ല. അപ്പോൾ അവൾ പൂർണ്ണ ഗർഭിണിയുമായിരുന്നു. മറ്റാരും സഹായമില്ലാത്തത് കൊണ്ട് ഞാനാണ് വൈജയെ കൂട്ടിക്കൊണ്ട് കൈതക്കൽ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. മറ്റ് വെളിയിൽ ആരും അറിയാതെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവളുടെ ഡെലിവറി നടത്തി. കുഞ്ഞിനെ ഒന്ന് കാണാനോ ഒന്നിനും ഞങ്ങളെ അച്ഛൻ അനുവദിച്ചില്ല. ആ സമയത്ത് അച്ഛൻ പറഞ്ഞിരുന്നത് കുഞ്ഞ് പ്രസവത്തിൽ മരിച്ചുപോയി എന്നാണ്. ആ ഒരു സത്യം തന്നെയായിരുന്നു ഞങ്ങൾ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത്. നിന്നെ കാണുന്നത് വരയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. വൈജയുടെ കുഞ്ഞ് മരിച്ചുപോയി എന്ന്. വൈജയോടും അച്ഛൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം അവൾ വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു. ഇനി അവളുടെ ജീവിതത്തിൽ മറ്റൊരു പുരുഷൻ വേണ്ട, അവൾക്കൊരു വിവാഹം വേണ്ട എന്നൊരു ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു വൈജ. ആ സമയത്താണ് ബാലചന്ദ്രൻ വീണ്ടും വൈജയെ കല്യാണം ആലോചിച്ചു വരുന്നത്. പണ്ട് മുതലേ വീട്ടിലെ ജോലിക്കാരിയുടെ മകനായിരുന്നതുകൊണ്ട് ബാലചന്ദ്രന് വൈജയെ കുഞ്ഞിലെ മുതലേ അറിയാമായിരുന്നു. പക്ഷേ ആ സ്നേഹം അവൻ തുറന്നു പറഞ്ഞപ്പോഴേക്കും അവിടെ വളരെയധികം പ്രശ്നമായി. വീട്ടുവേലക്കാരിയുടെ മകന് അങ്ങനെ ഒരു ബന്ധം തോന്നാൻ പാടില്ല എന്നായിരുന്നു കുഞ്ഞിരാമൻ നായർ അന്ന് ബാലചന്ദ്രനെ വിലക്കിയിരുന്നത്. അതിനുശേഷം ബാലചന്ദ്ര മേനോൻ ഗൾഫിലേക്ക് പോവുകയും നന്നായിട്ട് സമ്പാദിച്ച് തിരിച്ചു വരികയും ചെയ്തു. എന്നിട്ട് വൈജയന്തിയെ കല്യാണം ആലോചിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക്
എതിർക്കാനായിരുന്നില്ല. അവൻ അത്രയധികം സമ്പാദിച്ചു കഴിഞ്ഞിരുന്നു. അതുമാത്രമല്ല, വൈജയ്ക്ക് ഇത്രയധികം വലിയൊരു ദുരന്തം സംഭവിച്ചു നിൽക്കുന്ന സമയത്താണ് ബാലചന്ദ്രൻ അവളെ വിവാഹം ആലോചിച്ചു വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മറ്റൊന്നും നോക്കിയില്ല. ബാലചന്ദ്രനോട് ഈ സത്യങ്ങളെല്ലാം മറച്ചുവെച്ച് വൈജയെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. 22 വർഷങ്ങളായിട്ടും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അവർ ജീവിതം മുന്നോട്ട് പോയി. 3 മക്കളെ പ്രസവിച്ചു. പക്ഷേ നീ വന്നതിന് ശേഷമാണ് അവരുടെ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടായത്. പക്ഷേ അത് നീ അറിഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ ചെയ്തത് മോളെ. അതുകൊണ്ട് നീ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, എനിക്കറിയാം അങ്കിളെ, ഞാൻ കാരണമാണ് അച്ഛനും അമ്മയും തമ്മിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നും പോകണം. എൻ്റെ അച്ഛനെ കണ്ടുപിടിക്കണം. എൻ്റെ അമ്മയെ എന്തിനാണ് വഞ്ചിച്ചതെന്ന് എനിക്ക് അന്വേഷിക്കണം. ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഇവിടെ എല്ലാം പഴയതുപോലെ ആവും. കുറേ നാൾ കഴിയുമ്പോൾ എൻ്റെ ഓർമ്മ പോലും കാണില്ല. അപ്പോൾ അച്ഛനും അമ്മയും സന്തോഷത്തോടു കൂടി ജീവിക്കും. എവിടെയെങ്കിലും ഇരുന്ന് എനിക്കത് കാണുകയും വേണം എന്ന് പറയുന്ന സമയത്ത് ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ വിടില്ല മോളെ. നിന്നെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കണം. നിന്നെ ഒരു കല്യാണം കഴിപ്പിച്ച് അയക്കണം. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ തീരുമാനം. ആ സമയത്ത് അവിടേക്ക് ബാലചന്ദ്രൻ കടന്നു വരുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എവിടേക്ക് പോകുന്ന കാര്യമോ മോളെ നീ പറയുന്നത്? ആ സമയത്ത് അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് അച്ഛാ, ഞാൻ എൻ്റെ അച്ഛനെ തേടി പോവുകയാണ്. എനിക്ക് എവിടെയാണെന്ന് എനിക്കറിയണം. അമ്മയെ എന്തിനാണ് വഞ്ചിച്ചതെന്നും എനിക്കറിയണം എന്നുള്ള കാര്യം. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറയുന്നുണ്ട്, മോളെ നിന്നെ ഞാൻ അങ്ങനെ ഒരിക്കലും തനിച്ചു വിടില്ല. വൈജയന്തിയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള സമയമായി. നീ ഇല്ല എന്നുള്ള ഒരു ഉറപ്പോടു കൂടിയാണ് വൈജയന്തി ഇവിടേക്ക് വരാമെന്ന് സമ്മതിച്ചത്. അവൾക്ക് തീരെ വയ്യാത്തത് കൊണ്ടാണ് ഞാനത് കണ്ണടച്ച് സമ്മതിച്ചത്. പക്ഷേ ഇനി ഞാൻ കൂടെ നിൻ്റെ കൂടെ വരുന്നെന്ന് അറിഞ്ഞാൽ അവൾ തീരെ വയലൻ്റ് ആവും. അതുകൊണ്ട് മനുവിനെ കൂടെ ഞാൻ നിന്നെ കൂടെ അയക്കാം. മനു ആവുമ്പോൾ നിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചോളും. എന്നെപ്പോലെ തന്നെ മനു നിന്നെ സ്നേഹിക്കുന്നുമുണ്ട്. പക്ഷേ മോളെ, നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിനക്കൊരു അഡ്രസ്സ് വേണ്ടേ, നിനക്കൊരു ജോലി വേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അതേ അങ്കിളെ, ഞാനും അതാ അലീനയോട് പറഞ്ഞത്. അലീന നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അവളെ നമുക്ക് പഠിപ്പിക്കണോ അങ്ങളെ? പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കണം. ഒരു ഡോക്ടർ ആവാനുള്ള എല്ലാ യോഗ്യതയും അലീനയിലുണ്ട്. ഒരാളെ സംരക്ഷിക്കാനും അവരൊക്കെ മരുന്ന് കൊടുക്കാനും അവരോടൊപ്പം നിൽക്കാനും എല്ലാത്തിനും അവൾ ഒരു താങ്ങായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവളെ ഒരു ഡോക്ടറാക്കാം. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അയ്യോ മനുവേട്ട, എനിക്കങ്ങനെ ഒരു ഡോക്ടർ ആകണമെന്നൊന്നും ആശയമൊന്നുമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു പോകണമെന്ന്. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞു കൂടിയാൽ മതിയോ? നിനക്കൊരു ജോലി വേണ്ടേ? നിന്നെ ആളുകൾ അംഗീകരിക്കണ്ടേ? നല്ലൊരു വിവാഹം വേണ്ടേ? എന്തെങ്കിലും ഒറ്റപ്പെട്ടു പോയിരുന്നാലും അവനവന് സ്വന്തം തൊഴിലുണ്ടെങ്കിൽ തനിയെ ജീവിക്കാം. അതുകൊണ്ടാണ് ഈ അച്ഛൻ പറയുന്നത്, മോളെ നീ പഠിക്കണം. നിന്നെ നല്ലൊരു കോളേജിൽ ചേർത്ത് അച്ഛൻ പഠിപ്പിക്കാം. നീ ബാക്കി കാര്യങ്ങളൊന്നും ഇപ്പോൾ ആലോചിക്കണ്ട. നിന്നെ അങ്ങനെ കാണാനാണ് എനിക്ക് ആഗ്രഹം. നിന്നെ നന്നായിട്ട് പഠിപ്പിച്ച് നല്ലൊരു ഉദ്യോഗസ്ഥയാക്കണം. അച്ഛൻ്റെ ആഗ്രഹം നീ സാധിച്ചു തരണം. പക്ഷേ നിന്നെ ഞാൻ എങ്ങനെയാണ് ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്? അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിള് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട. ഞാനില്ലേ അലീനയുടെ കൂടെ, ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ അവളെ താമസിപ്പിച്ചു കൊള്ളാമെന്ന്. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറയുന്നുണ്ട്, മനു ഉള്ളതാണ് എൻ്റെ ഏക ആശ്വാസം. ആ സമയത്ത് മനു പറയുന്നുണ്ട്, അത് അങ്കിളെ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അലീനയെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കണം. ഒരു 5 വർഷം കൂടെ അവൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്കവളെ ഡോക്ടർ അലീന എന്ന് വിളിക്കാം, അല്ലേ അങ്കിളെ എന്ന് പറയുന്നുണ്ട്. ശരി മനു, അങ്ങനെയാണെങ്കിൽ നീ അവളെ കൊണ്ടുപോയിക്കോളൂ. അവളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം, അവളുടെ ആഗ്രഹങ്ങൾ നടത്തിയതിന് ശേഷം നീ എന്നെ വിളിച്ചാൽ മതി. അവളെ നമുക്ക് നല്ലൊരു കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാമെന്ന്. അങ്ങനെ അലീനയും മനുവായിട്ട് ആ വീടിൻ്റെ പടി ഇറങ്ങുന്നുണ്ട്. കൃഷ്ണമോക്കാണെങ്കിൽ അലീന പോകുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. ഓടി വന്ന് അലീനയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തിനാ മോളെ ഇത്ര സങ്കടം കാണിക്കുന്നത്? നിൻ്റെ ചേച്ചി ദൂരെ ഒരു കോളേജിൽ പഠിക്കാൻ പോയെന്ന് അങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ പോരെ, ആ സങ്കടമൊക്കെ അങ്ങ് മാറിക്കിട്ടുമെന്ന്. അപ്പോൾ ബബിതയ്ക്കും രോഹിത്തിനുമാണെങ്കിൽ ഇത് കാണുമ്പോൾ വലിയ സന്തോഷത്തിലാവുകയാണ്. എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും അവൾ പുറത്ത് പോകണമെന്നാണല്ലോ ബബിതയും രോഹിത്തും ഒക്കെ ആലോചിക്കുന്നത്. അപ്പോൾ അവളായിട്ട് തന്നെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ ഉണ്ടാക്കിയ ഒരു അവസരം, അത് തന്നെ നല്ലത് എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് ബബിതയും രോഹിത്തും. അങ്ങനെ അലീന പോയതിനെ തുടർന്ന് രാജീവൻ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട്. മനു പറഞ്ഞത് കൊണ്ടാണ് രാജീവനും ശിവനും ഈ കാര്യങ്ങൾ അറിയുന്നത്. ഉടനെ തന്നെ ബാലചന്ദ്രൻ മേനോനെ വിളിച്ച് ഈ കാര്യങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അത് അങ്ങനെ അവൾ പോയത് ശരിയാണോ ബാലചന്ദ്ര? അവൾ സ്റ്റാൻലിയെ തേടി പോയി. സ്റ്റാൻലി ഇനി കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാണ്? അന്ന് അവളെ ചതിച്ചിട്ട് പോയവനല്ലേ അവൻ തിരിച്ച് ഇനി അവളെയും കൂട്ടി, അവൻ്റെ മകളാണെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി ഇനി വൈജയെ കാണാനായിട്ട് തിരിച്ചു വരുമോ? ഇനി പഴയ കാര്യങ്ങളെല്ലാം
എല്ലാം കുത്തിപ്പൊക്കിയെടുത്ത് വൈജയെ നശിപ്പിക്കാനായിരിക്കുമോ അവൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും അലീനയെ സ്റ്റാൻലിയെ കണ്ടുപിടിക്കാനായിട്ട് വിടണ്ടായിരുന്നു, ഒന്ന് തടയാമായിരുന്നു ബാലചന്ദ്ര എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ തടയാനാണ്, അവൾക്ക് അവളുടെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. മനുവും അലീനയായിട്ട് പോയതിന് ശേഷം അവർ വളരെ സന്തോഷത്തിലാണ്. പുറത്ത് പോയി ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ മാലു പറയുന്നുണ്ട്, അലീന ഇത് സിറ്റിയാണ്, നിനക്ക് കുറച്ച് മോഡേൺ ആയിട്ടൊക്കെ ഡ്രസ്സ് ധരിച്ചുകൂടെ, കയ്യിലിഷ്ടം പോലെ ക്യാഷ് ഉണ്ടല്ലോ. അപ്പോൾ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മനുവേട്ട എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല, എനിക്ക് ഈ വേഷമാണ് ഇഷ്ടം, അതും പോയിട്ട് അവർ തന്ന ക്യാഷൊന്നും എനിക്കങ്ങനെ എടുത്ത് ചിലവാക്കാനേ തോന്നുന്നില്ല മനുവേട്ടാന്ന്. അങ്ങനെ രണ്ടുപേരും ചേർന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് കുക്ക് ചെയ്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരുപാട് നേരം അങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് മനു അലീനയോടുള്ള പ്രണയം തുറന്നു പറയാൻ പോവുകയാണ്. അങ്ങനെ വരുന്ന സുന്ദര നിമിഷങ്ങളാണ് ഇനി മഴതോരും മുംബൈയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരും മുംബൈയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബൈ.